ഓക്കെ, അപ്പൊ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ തിയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ അമിനോ ആസിഡ് വിത്ത് മീഥൈൽ ഗ്രൂപ്പ് ആസ് ആർ. വിത്ത് മീഥൈൽ ഗ്രൂപ്പ് ആസ് ആർ ഗ്രൂപ്പ്. അപ്പം അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ ആയിരുന്നു NH2CHRCOOH. അപ്പൊ ഈ ആർ ഗ്രൂപ്പിന് പകരമായിട്ട് അവിടെ എന്താ വരുന്നത്? മീഥൈൽ ഗ്രൂപ്പ് ആണ് വരുന്നത്. ആർ ഗ്രൂപ്പിന് പകരമായിട്ട് അവിടെ വരുന്നത് ഏതാണ്? മീഥൈൽ ഗ്രൂപ്പ്. ദാറ്റ് ഇസ് CH3 അല്ലെ? അപ്പൊ CH3 വന്നു കഴിഞ്ഞാൽ ഇത് ഏത് അമിനോ ആസിഡ് ആണ്? അലാനിൻ ആണ്. അലാനിൻ അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി അലാനിൻ ആണ് വരുന്നത്. നെക്സ്റ്റ്, 70 to 90% of total cellular mass composes ഏതാണ്? സെല്ലുലാർ മാസ് 70 to 90% സെല്ലുലാർ മാസ് ഏതാണ്? വാട്ടർ ആണ്. വാട്ടർ and the percentage of protein and nucleic acid in cellular pool maybe. അപ്പൊ വാട്ടർ എത്ര പെർസെന്റേജ് വരുന്നത്? 70 to, അപ്പൊ വാട്ടർ 70 to 90%. പിന്നെ നമ്മളിപ്പോ ചോദിച്ചേക്കുന്നത് ഏതാണ്? പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ്. പ്രോട്ടീൻ എത്രയാണ് വരുന്നത്? പ്രോട്ടീൻ വരുന്നത് ഏകദേശം 10 to 15% ആണ് പ്രോട്ടീൻ വരുന്നത്. ന്യൂക്ലിക് ആസിഡ് എത്ര വരുന്നത്? 5 to 7% ആണ് ന്യൂക്ലിക് ആസിഡ് വരുന്നത്. ടോട്ടൽ സെൽ വാളിനകത്താണ്. അപ്പൊ വാട്ടർ ആണെങ്കിൽ 70 to 90%, മറ്റേ പ്രോട്ടീൻ ആണ് 10 to 15%, ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ 5 to 7% ആണ്. അപ്പൊ ആൻസർ ഇത് വരുന്നത് ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, മോസ്റ്റ് കോമൺ മോണോസാക്രൈഡ് ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് പൊതുവെ കണ്ടുവരുന്ന മോണോസാക്രൈഡ് ഏതാണ്? ട്രയോസിസ്, ടെട്രോസിസ്, പെന്റോസിസ്, ഹെക്സോസിസ്, ഹെപ്റ്റോസിസ്. അപ്പൊ മോണോസാക്രൈഡിൽ പൊതുവെ കണ്ടുവരുന്ന ന്യൂക്ലിയസ് ഏതാണ്? പെന്റോസിസ് ആണ് വരുന്നത്. പെന്റോസിസ്. ഓക്കെ. നെക്സ്റ്റ്, സ്വീറ്റസ്റ്റ് എമംഗ് നാച്ചുറലി ഒക്കറിംഗ് ഷുഗർ. നാച്ചുറലി ഒക്കറിംഗ് ഷുഗർ ആയിട്ട് സ്വീറ്റസ്റ്റ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് പൊതുവെ സ്വീറ്റ് ഉള്ളത്. ഏറ്റവും സ്വീറ്റസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ഫ്രക്ടോസ് ആണ്. ഗ്ലൂക്കോസ് ലൈറ്റ് സ്വീറ്റ് ഉള്ളൂ. ഫ്രക്ടോസ് ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഇസ് ബി ആണ് ആൻസർ, ഫ്രക്ടോസ്. നെക്സ്റ്റ്, എ ഡൈസാക്രൈഡ് ദാറ്റ് ഗിവ്സ് 2 molecules ഓഫ് ഗ്ലൂക്കോസ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പം ഈ ഡൈസാക്രൈഡ്സ്. അപ്പൊ മോണോസാക്രൈഡ്സ് ഏതൊക്കെയായിരുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് മോണോസാക്രൈഡ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതാണ് എന്ത്? നമ്മുടെ മോണോസാക്രൈഡ്സ്. ഇതെല്ലാമാണ് എന്ത് വരുന്നത്? ദാറ്റ് ഇസ് മോണോസാക്രൈഡ്. ഇനി ഡൈസാക്രൈഡ്സ് വരുന്നതാണ് നമ്മുടെ മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. ഇതെല്ലാം എന്തിൽ വരുന്നത്? നമ്മുടെ ഡൈസാക്രൈഡ്സിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഏതാണ്? ഡൈസാക്രൈഡ് ദാറ്റ് ഗിവ്സ് 2 molecule ഓഫ് ഗ്ലൂക്കോസ്. ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ 2 molecule ഓഫ് ഗ്ലൂക്കോസ് കിട്ടുന്ന ഏതാണ്? അപ്പൊ നമ്മുടെ ലാക്ടോസ് ഓൺ ഹൈഡ്രോളിസിസ്. ലാക്ടോസ് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാല് ഗ്ലൂക്കോസും പ്ലസ് ഗാലക്ടോസുമാണ് കിട്ടുക. ഓക്കെ. നേരെ മറിച്ച് സൂക്രോസ് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും പ്ലസ് ഏതാ കിട്ടുന്നത്? നമ്മുടെ ഫ്രക്ടോസും ആണ് കിട്ടുക. ഫ്രക്ടോസ്. നേരെ മറിച്ച് മാൾട്ടോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. ഓക്കെ. മാൾട്ടോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. 2 ഗ്ലൂക്കോസ് ആണ്. ഒരു മാൾട്ടോസ് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഗ്ലൂക്കോസ് ആണ് കിട്ടുന്നത്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ബി മാൾട്ടോസ്. 5ാം ക്വസ്റ്റ്യന് ബി മാൾട്ടോസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽഡിഹൈഡ്, കീറ്റോൺ, ഫ്രീ ആൽഡിഹൈഡ്, ഫ്രീ കീറ്റോൺ ഇല്ലാത്ത ഏതാണ്? ഫ്രക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്, ഗാലക്ടോസ്, ഓൾ ദ എബോവ്. ഏതാ വരുന്നത്? സൂക്രോസ് ആണ്. സൂക്രോസിനാണ് എന്തില്ലാത്ത? ഫ്രീ ആൽഡിഹൈഡും ഫ്രീ കീറ്റോണും ഇല്ലാത്ത. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഓഫ് ഇത് നോക്കാം. എന്താ പറയാ? സൂക്രോസ്. You know that sucrose consists of ഏതൊക്കെയാണ്? ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്.
structure of glucose. Sucrose in structure which does not contain any free aldehyde or ketone. ഇതിനകത്ത് ഒരു ഫ്രീ ആൽഡിഹൈഡോ ഫ്രീ കീറ്റോൺ ഇതിനകത്ത് കാണുന്നില്ല. നമ്മുടെ സൂക്രോസിന്റെ സ്ട്രക്ചറിനകത്ത് കാണുന്നില്ല. അപ്പൊ ആൻസർ ചെയ്ത് വരുന്നത് സൂക്രോസ്. ലാക്ടോസ് മെയ്ഡപ്പ് ഓഫ്, ഇപ്പൊ നമ്മൾ അതിന്റെ ഇത് പറഞ്ഞോളൂ. ലാക്ടോസ് ഏതൊക്കെയായിരുന്നു? ലാക്ടോസിനകത്ത് ലാക്ടോസ് കൺസിസ്റ്റ് ഓഫ് ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. കുറച്ച് മുന്നേ പറഞ്ഞതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ദാറ്റ് ഇസ് ആൻസർ ചെയ്ത് വരുന്നത് 7-നകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്, ഫ്രക്ടോസ് പ്ലസ് ഫ്രക്ടോസ്, മാൾട്ടോസ് പ്ലസ് ഫ്രക്ടോസ്. ദാറ്റ് ഇസ് സി ആണ് ആൻസർ വരുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് galactose, glucose plus galactose. Next, table sugar contains എന്തൊക്കെയാണ്? Table sugar contain monosaccharides and table sugar ഏതൊക്കെയാണ്? Glucose, fructose, both glucose and mannose, both glucose and fructose, both fructose and mannose. ഏതാണ്? Both glucose and fructose. ഏതൊക്കെയാണ്? Glucose plus fructose. ഇതാണ് ഇത് table sugar consists of glucose and fructose. Next, starch, cellulose and glycogen are polymers of. അപ്പം സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ എല്ലാം തന്നെ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ പോളിസാക്കറൈഡ്സ് ആണ്. സ്റ്റാർച്ച് ആണെങ്കിലും സെല്ലുലോസ് ആണെങ്കിലും ഗ്ലൈക്കോജൻ അല്ലെ ഏതൊക്കെയായിരുന്നു? സ്റ്റാർച്ച്, സെല്ലുലോസ്, glycogen. Starch, cellulose, glycogen are polymers of എന്താണ് ക്വസ്റ്റ്യൻ? ഇത് മൂന്നെണ്ണം എന്താണ്? പോളിസാക്കറൈഡ്സ് ആണ്. സാക്കറൈഡ്സ് ആണ്. എല്ലാം തന്നെ ഹോമോ പോളിസാക്കറൈഡ്സ് ആണ്. എല്ലാം തന്നെ ഹോമോ പോളിസാക്കറൈഡ്സ് ആണ്. അപ്പൊ ഹോമോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഹോമോ പോളിസാക്കറൈഡ് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്, ഒരു ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്. അപ്പൊ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൂക്കോസ് കൊണ്ടാണ്. അപ്പൊ ആൻസർ ചെയ്ത് വരുന്നത് ബി, ഗ്ലൂക്കോസ്. നെക്സ്റ്റ്, അഗർ ഇസ് എ പോളിമർ ഓഫ്. അഗർ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും അഗർ ഇസ് എ ഹെട്രോ പോളിമർ ആണ്. അഗർ ഇസ് എ പോളിമർ ഓഫ് ഗാലക്ടോസ്, സൾഫർ കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ്, ഗാലക്ടോസ് ആൻഡ് സൾഫർ കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ്, ബോത്ത് എ ആൻഡ് ബി, ഓൾ ദ എബോവ്. ഏതാണ് അഗർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശരിക്കും ഓൾ ദ എബോവ്. ഒരു ഗാലക്ടോസ് ആണ്, സൾഫർ കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഗാലക്ടോസ് ആൻഡ് സൾഫർ കണ്ടെയ്നിങ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ആൻസർ ചെയ്ത് വരുന്നത് ഓൾ ദ എബോവ്. അപ്പൊ നമ്മളിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ ഹെട്രോ പോളിസാക്കറൈഡ്? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അമൈലോപെക്റ്റിൻ അല്ലെ. അപ്പം ഇതിന് ഇതിനകത്ത് അഗർ ആണ് ഹെട്രോ പോളിസാക്കറൈഡ് വരുന്നത്. ബാക്കി എല്ലാം തന്നെ എന്താണ്? ഹോമോ പോളിസാക്കറൈഡ്. നെക്സ്റ്റ്, കൈറ്റിനും ഒരു ഹെട്രോ പോളിസാക്കറൈഡ് ആണ്. കൈറ്റിൻ നമുക്കറിയാം എവിടെ കാണപ്പെടുന്നത്? എക്സോസ്കെലിറ്റൻ എന്ന് പറഞ്ഞിട്ടാണ് ആർത്രോപോഡ്സ് ജീവികളുടെ എക്സോസ്കെലിറ്റന്റെ മുകളിലാണ് നിങ്ങൾക്ക് കൈറ്റിൻ കാണപ്പെടുന്നത്. കൈറ്റിൻ ഇസ് എ പോളിമർ ഓഫ് ഏതാണ്? കൈറ്റിൻ ഇസ് എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് അമീൻ ആണ്. ഗ്ലൂക്കോസ് അമീൻ. കൈറ്റിൻ ഇസ് എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് അമീൻ. കൈറ്റിൻ എന്താണ്? ഗ്ലൂക്കോസ് അമീന്റെ പോളിമർ. കൈറ്റിൻ ഇസ് എ പോളിമർ ഓഫ് glucose amine. Homopolymers like cellulose and inulin are made up of. അപ്പൊ സെല്ലുലോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇനുലിൻ എന്തുകൊണ്ടാണ്? സെല്ലുലോസും ഇനുലിൻ രണ്ടും ഹോമോപോളിമർ ആണ്. സെല്ലുലോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൂക്കോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇനുലിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫ്രക്ടോസ് കൊണ്ടാണ്. ഇനുലിൻ is made up of fructose. അപ്പൊ സെല്ലുലോസ് made up of glucose and inulin is made up of fructose. അപ്പൊ ആൻസർ ചെയ്താ വരുന്നത് സി, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. നെക്സ്റ്റ്, അമൈലോസിന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ഐപാക് നെയിം എന്ന് പറഞ്ഞാൽ ആൽഫ ഡി ഗ്ലൈക്കോ പൈറൻ. ആൽഫ ഡി ഗ്ലൂക്കോ പൈറൻ. Alpha D glucopyrin. It is the IUPAC name of ഏതാണ്? നമ്മുടെ amylose. അപ്പൊ amylose consists of glucose monomer and joined together by. amylose എങ്ങനെയാണ് ജോയിൻ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. amylose എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതാണ് ആൽഫ 1,6 glycosidic linkage, alpha 1,6 glycoside 1,4 glycosidic linkage, both A and B, alpha 1,2 glycosidic linkage,
അതുപോലെ തന്നെ α1,3 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. അപ്പൊ നമുക്ക് ആദ്യം അമൈലോസിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ വരുന്നത് α1,4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ആണ്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഇസ് ബി, α1,4 ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. നെക്സ്റ്റ്, ഗ്ലൈക്കോജൻ ആൻഡ് സ്റ്റാർച്ച് ആർ ദ പോളിമേഴ്സ് ഓഫ്. ഗ്ലൈക്കോജനും സ്റ്റാർച്ചും ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലൈക്കോജൻ പോളിമേഴ്സ് ഓഫ് ഡാഷ് ആൻഡ് ഫ്രക്ടോസ് അണ്ടർഗോ പോളിമറൈസേഷൻ ടു ഫോം. അപ്പം ഗ്ലൈക്കോജനും സ്റ്റാർച്ചും കുറച്ച് നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഗ്ലൈക്കോജനും സ്റ്റാർച്ചും എന്താണ്? ഇറ്റ് ഇസ് എ ഹോമോപോളിസാക്കറൈഡ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൈക്കോജനും സ്റ്റാർച്ചും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഗ്ലൂക്കോസ് അണ്ടർഗോ പോളിമറൈസേഷൻ. ഗ്ലൂക്കോസ് ഒരുപാട് ഗ്ലൂക്കോസ് കൂടി ചേർന്നിട്ട് ഫ്രക്ടോസ് അണ്ടർഗോ പോളിമറൈസേഷൻ. ഒരുപാട് ഫ്രക്ടോസ് കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് വരുന്നത്? ഇനുലിൻ കിട്ടുന്നത്. അപ്പൊ ആൻസർ ഏത് വരുന്നത്? ഡി ആണ്, ഗ്ലൂക്കോസ് ഇനുലിൻ. ഗ്ലൂക്കോസ് ആൻഡ് ഇനുലിൻ. നെക്സ്റ്റ്, അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? പ്ലാന്റ്സിന്റെ അകത്ത് കാണുന്നതാണ് അമൈലോപെക്റ്റിൻ അല്ലെ? പ്ലാന്റ്സിന്റെ അകത്ത് കാണുന്നതാണ് അമൈലോപെക്റ്റിൻ. ഏതാണ്? ഇറ്റ് ഇസ് എ വാട്ടർ സൊല്യൂബിൾ പോളിസാക്കറൈഡ്, അമൈലോപെക്റ്റിൻ. It is a water soluble polysaccharide which is found in plants. Plants are the water soluble polysaccharide ആണ്. It is made up of എന്തുകൊണ്ടാണ് ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചർ ഫോമിൽ വരുന്നത്? C6H10O5 in times. That is amylopectin. It is made up of എന്താണ്? It is made up of unbranched chains of glucose molecules linked by α1,4 glycosidic bonds. Unbranched chain of glucose molecule linked by α1,4 glycosidic bond. Unbranched chains of glucose molecule linked by α1,6 glycosidic bonds. Branched chain of glucose molecules with 1,6 glycosidic bond at their point of branching. Unbranched chains of glucose molecules linked by α1,2 glycosidic bonds. Answer എന്താണ്? Branched chain of glucose molecules with 1,6 glycosidic bond at their point of branching. D ആണ് ഓപ്ഷൻ. ഓപ്ഷൻ D ആണ് ആൻസർ. Next, a heteropolysaccharide found on fungal wall and exoskeleton of insect. എക്സോസ്കെലറ്റൺ ഓഫ് ഇൻസെക്ടിന്റെ മുകളിൽ കാണപ്പെടുന്ന എക്സോപോളിസാക്കറൈഡ് ഏതായിരുന്നു? എക്സോപോളിസാക്കറൈഡ് എക്സാമ്പിൾ നമ്മൾ അഗർ പറഞ്ഞു, അതുപോലെ തന്നെ ഒന്ന് കൈറ്റിന് പറഞ്ഞു. അപ്പൊ കൈറ്റിന് എവിടെ കാണപ്പെടുന്നത്? ഇറ്റ് ഇസ് ഫൗണ്ട് ഓൺ ദ എക്സോസ്കെലറ്റൺ ഓഫ് ആർത്രോപോഡ്സ്. അപ്പൊ ഇൻസെക്ടുകളൊക്കെ എന്തിൽ വരുന്നതാണ്? ആർത്രോപോഡിൽ വരുന്നതാണ്. അപ്പൊ ആൻസർ ഏതാണ്? കൈറ്റ്. ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പൊ കൈറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? Chitin is made up of N-acetyl glucosamine. Chitin is made up of N-acetyl glucosamine. Chitin is made up of N-acetyl glucosamine.
Next, amino acid with R group H represent dash 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 and respectively. അപ്പം അമിനോ ആസിഡ് വിത്ത് ആർ ഗ്രൂപ്പ് എച്ച്, ആർ ഗ്രൂപ്പ് CH3, ആർ ഗ്രൂപ്പ് CH2 OH. ഓക്കെ, അപ്പൊ നോക്കാം. NH2CH COH. അപ്പൊ ഇവിടെ ആറ് വരാതെ ആര് വരുന്നത്? H ആണ് ആദ്യം വരുന്നത്. NH2CH COOH. ഇവിടെ ആർ ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് CH3. നെക്സ്റ്റ് NH2CH COOH. ഇവിടെ ആർ ഗ്രൂപ്പിന് ഏത് വരുന്നത്? CH2OH അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നതാണ് ആർ ഗ്രൂപ്പ് H, ആർ ഗ്രൂപ്പ് എന്ന് CH3 CH2OH. ഇങ്ങനെ വന്ന എന്താ പേര്? അപ്പൊ ഫസ്റ്റ് വന്ന ഏതാണ്? H വന്ന. അപ്പൊ H വന്ന എനിക്കാണ് ഏതാണ്? ഗ്ലൈസിൻ. CH3 വന്ന ഏതാണ്? അലാനിൻ. CH2OH വന്ന എന്താ? സെറിൻ അല്ലെ? അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നത്? അലാനിൻ, ഗ്ലൈസിൻ, സെറിൻ. ഗ്ലൈസിൻ, അലാനിൻ, പ്രൊലൈൻ. ഗ്ലൈസിൻ, പ്രൊലൈൻ, അലാനിൻ. സെറിൻ, അലാനിൻ, ഗ്ലൈസിൻ. ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ അല്ലെ? ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ. അപ്പൊ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഓപ്ഷൻ ഇ, ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ. നെക്സ്റ്റ്, സെലക്ട് ദ ആരോമാറ്റിക് അമിനോ ആസിഡ് ഫ്രം ദ ഫോളോയിങ്. അപ്പം എന്താണ് ആരോമാറ്റിക് അമിനോ ആസിഡ്സ്? Aromatic amino acids are amino acids which contain an aromatic ring in the structure. സ്ട്രക്ചറിനകത്ത് ഒരു ആരോമാറ്റിക് റിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെ പറയുന്ന പേരാണിത് ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. അപ്പൊ ആരോമാറ്റിക് അമിനോ ആസിഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതാണ്? ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ആരോമാറ്റിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? തൈറോസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. തൈറോസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഇത് മൂന്നെണ്ണം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ആരോമാറ്റിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ. അപ്പൊ ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ അമിനോ ആസിഡ്സ് വിച്ച് കണ്ടെയ്ൻ ആൻ ആരോമാറ്റിക് റിംഗ് ഇൻ ദ സ്ട്രക്ചർ. സ്ട്രക്ചറിനകത്ത് ഒരു ആരോമാറ്റിക് റിംഗ് ഇരുന്നാൽ അങ്ങനെയുള്ള അമിനോ ആസിഡിനെ പറയുന്ന പേരാണ് ഇത് ആരോമാറ്റിക് അമിനോ ആസിഡ്. അപ്പൊ ഓപ്ഷൻ നോക്കിയ മക്കളെ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫീനൈൽ അലാനിൻ, തൈറോസിൻ, ഫീനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, അലാനിൻ, ഓൾ എക്സെപ്റ്റ് ഡി. അപ്പൊ ആൻസർ ചെയ്തിരുന്നത് ഓൾ എക്സെപ്റ്റ് ഡി. ഇതിനകത്ത് അലാനിൻ ഒഴികെ ബാക്കി എല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്, ആരോമാറ്റിക് അമിനോ ആസിഡ്സ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ദ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഇസ് മെയിൻറ്റെയിൻ ഡ്യൂ ടു ഗ്ലൈക്കോസൈഡിക് ബോൺസ്, ഹൈഡ്രജൻ ബോൺസ്, SS ലിങ്കേജ്, പെപ്റ്റൈഡ് ബോൺസ്, ഹൈഡ്രോഫോബിക് ബോൺസ്. ഇതിനകത്ത് ഏതാണ് വരുന്നത്? പെപ്റ്റൈഡ് ബോൺസ് അല്ലെ? എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ, ഒരു അമിനോ ആസിഡ്സ് അല്ലെ, ഒരു അമിനോ ആസിഡിനെ മറ്റേ അമിനോ ആസിഡായിട്ട് ജോയിൻ ചെയ്യാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്താ? ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡ്സിനോണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഇസ് പോളിപെപ്റ്റൈഡ് ആണ്. പ്രോട്ടീൻസിന്റെ വേറെ പേരാണിത് പോളിപെപ്റ്റൈഡ്സ്. കാരണം പ്രോട്ടീൻസിനകത്തുള്ള ഒരു അമിനോ ആസിഡിനെ മറ്റേ അമിനോ ആസിഡായിട്ട് ജോയിൻ ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് ഇത് പെപ്റ്റൈഡ് ബോണ്ട്. ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ പെപ്റ്റൈഡ് ബോണ്ട് ഇസ് എ ബോണ്ട് വിച്ച് കണക്ട് ബോത്ത് അമിനോ ആസിഡ്സ്. രണ്ട് അമിനോ ആസിഡ്സ് എന്ന് വെച്ചാല് നമുക്ക് NH2CHR COOH, NH2CHR COOH. അപ്പൊ ഈ രണ്ട് അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു OH-ഉം ഇവിടെയുള്ള ഒരു H-ഉം പോവും അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് വാട്ട്? വൺ വാട്ടർ മോളിക്യൂൾ. അപ്പൊ എന്ത് വരും? NH2CHR CO NHCH COOH R. ഓക്കെ, അപ്പൊ നോക്കി നിങ്ങൾ, ഇതാണ് ഒന്നാമത്തെ അമിനോ ആസിഡിനെ രണ്ടാമത്തെ അമിനോ ആസിഡായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ബോണ്ടാണിത്. ഈ ബോണ്ടിനെ പറയുന്ന പേരാണിത് പെപ്റ്റൈഡ് ബോണ്ട്. ദിസ് ബോണ്ട് ഇസ് കോൾഡ് ആസ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാ വരുന്നത്? പെപ്റ്റൈഡ് ബോണ്ട്. ഡി, പെപ്റ്റൈഡ്. അതാണ് ആൻസർ. ഡി, പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ലൈസിൻ. ഇപ്പൊ ലൈസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് NH2,
ലൈസിൻ. പിന്നെ വരുന്നത് പ്രൊലൈൻ. പ്രൊലൈൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ this is the structure of proline. പിന്നെ സെറിൻ, അലാനിൻ, ഗ്ലൈസിൻ, ഇതിന്റെ സ്ട്രക്ചർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതില് ഏറ്റവും സിമ്പിളൈസ്ഡ് ആയിട്ട് വരുന്ന ഏതാണ്? നമ്മുടെ ഗ്ലൈസിൻ ആണ്. ദാറ്റ് ഇസ് NH2CHCOH അല്ലെ? നേരെ വെച്ച ഇവിടെ സെറിൻ. സെറിൻ അവിടെ എന്താ വരുന്നത്? CH2OH ആണ് വരിക. അലാനിൻ ആണെങ്കിൽ CH3 വരും. ദാറ്റ് ഇസ് ഗ്ലൈസിൻ ആണ് ആൻസർ വരുന്നത്. ഗ്ലൈസിൻ, സി ഗ്ലൈസിൻ, ഗ്ലൈസിൻ ആൻസർ. Next, most lipids are esters of what? Glycerol, peptides, ketone, butanol, none of this. Most lipids are esters of glycerol. കാരണം ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടെ കൂടിച്ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? എസ്റ്റർ കിട്ടും. അപ്പം മോസ്റ്റ് ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ. അപ്പൊ നിങ്ങൾ ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്നുള്ളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ട്രൈ അസൈൽ ഗ്ലിസറോൾ. ട്രൈ ആസിഡ് ഗ്ലിസറോൾ എന്ന് പറഞ്ഞായിരുന്നു ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ gives esters. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ gives esters. അതാണ് എന്താ പറയുക? ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയും അല്ലെ? അപ്പൊ ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ ആയിരുന്നത് CH2OH CH2OH. ഫാറ്റി ആസിഡ് ആകുമ്പോൾ RCOH. ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് എസ്റ്റർ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ലിപ്പിഡ്സ് ലിപ്പിഡ് എന്തിന്റെ എസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്? ഗ്ലിസറോൾ ആയിട്ട് കൂടി ചേർന്നിട്ടാണ് എസ്റ്റേഴ്സ് ഇട്ട് വരുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ. എ ആണ് ആൻസർ. ഡാഷ് ഇസ് എ ഫോസ്ഫോലിപ്പിഡ്. ലെസിത്തിൻ, റൈസിൻ, കാൽമോഡിൻ, കസീൻ, ഓൾ ഓഫ് ദിസ്. ലെസിത്തിൻ ആണ് ഫോസ്ഫോലിപ്പിഡ്. എന്തായിരുന്നു ഫോസ്ഫോലിപ്പിഡ്? ലിപ്പിഡ്സ് കണ്ടെയ്നിങ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഒരു ലിപ്പിഡിനകത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ലിപ്പിഡ്സിനെ പറയുന്ന പേരാണ് ഇത് ഫോസ്ഫോലിപ്പിഡ്സ്. ഫോസ്ഫോലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ് ലെസിത്തിൻ. നെക്സ്റ്റ്, വാട്ട് ഇസ് കാൽമോഡുലിൻ? കാൽമോഡുലിൻ എന്ന് പറയുന്നത് കാൽഷ്യം മോഡുലേറ്റഡ് പ്രോട്ടീൻ ആണ്. കാൽഷ്യം മോഡുലേറ്റഡ് പ്രോട്ടീൻ ആണ് ഇത് കാൽമോഡുലിൻ. റൈസിൻ ഏതാണ്? എ കാർബോഹൈഡ്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ. ഓക്കെ, റൈസിൻ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ് നമ്മള് റൈസിൻ എന്ന് പറയും. എ കാർബോഹൈഡ്രേറ്റ് ബൈൻഡിങ് പ്രോട്ടീൻ. കസീൻ എന്താ നിങ്ങൾക്ക് ഓൾറെഡി എന്താണ്? മിൽക്ക് പ്രോട്ടീൻ ആണ് നമ്മള് കസീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫോസ്ഫോലിപ്പിഡിന് ആൻസർ ചെയ്താ വരുന്നത് ലെസിത്തിൻ ആണ്. ഫോസ്ഫോലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ് ലെസിത്തിൻ വരുന്നത്. ലെസിത്തിൻ ആണ് ഫോസ്ഫോലിപ്പിഡിന്റെ എക്സാമ്പിൾ. എന്തായിരുന്നു ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാല് ഈ ലിപ്പിഡ് കണ്ടെയ്നിങ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. Next, most abundant protein in the animal and plant world are dash and dash. ഏറ്റവും കൂടുതൽ ആനിമൽസിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ്? കൊളാജൻ. ഹോൾ ബയോസ്ഫിയർ നോക്കുമ്പോൾ റുബിസ്കോ, റുബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേറ്റ് ഓക്സിജനേസ്, അതാണ് റുബിസ്കോ. കൊളാജൻ ആണ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് ആനിമൽ വേൾഡിൽ വരുന്ന. ഹോൾ വേൾഡ് നോക്കുമ്പോൾ നമുക്ക് ദാറ്റ് ഇസ് പ്ലാന്റും കൂടെ നോക്കുമ്പോൾ റുബിസ്കോ ആണ് ആൻസർ വരുന്നത്. റുബിസ്കോ, റുബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേറ്റ് ഓക്സിജനേസ്. ഡാഷ് ഇസ് an example for non-protein enzymes. All enzymes are protein except some എന്ന് പറഞ്ഞത് അല്ലെ? അപ്പം കോഎൻസൈം, ഐസോഎൻസൈം, റൈബോസൈം, റെപ്ലിസോം, സൈമേസ്, ഇതില് ഏതാണ് നോൺ പ്രോട്ടീൻ എൻസൈം? അപ്പൊ എല്ലാ എൻസൈമും പ്രോട്ടീൻ ആണ് എക്സെപ്റ്റ് സം. എക്സെപ്റ്റ് സമ്മിൽ വരുന്നതാണ് നമ്മുടെ റൈബോസോം. റൈബോസോം എന്താണ്? നോൺ പ്രോട്ടീനാണ്. അപ്പൊ എൻസൈമിന്റെ കേസിൽ എന്ന് പറഞ്ഞാല് ഒരു എൻസൈം കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടിനെ പറയുന്ന പേരാണ് അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീനെ പറയുന്ന പേരാണ് ഇത് കോഫാക്ടർ. ഓക്കെ, നോൺ പ്രോട്ടീനെ പറയുന്ന പേരാണ് കോഫാക്ടർ. അപ്പൊ പ്രോട്ടീൻ ഇല്ലാത്ത ഒരു എൻസൈം ആണ് ഇത് റൈബോസൈം.
Next, the exokinase enzyme are often associated with an activator called. അപ്പം exokinase enzyme ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു അയൺ ആണ് ഇത് Ca2+, Mg2+, Cu2+, K+, Cl+. ഏതാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? That is Mg2+, magnesium ions. Magnesium ions. Identify the given diagram. തന്നിരിക്കുന്ന ഡയഗ്രാം ഏതാണ്? ഇപ്പൊ തന്നിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾക്ക് നോക്കി കാണാം. ആദ്യം തന്നെ മോളിപ്പം നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്ട്രക്ചർ നോക്കാം. ഇതിനകത്ത് ഇത് ഏതാ? ദിസ് ഇസ് കോൾഡ് ആസ് അഡിൻ. ഇത് അഡിനിൻ ആണ്. ഇത് ഏതാണ്? റൈബോസ് ഷുഗർ അല്ലെ? അപ്പൊ അഡിനിനും റൈബോസ് ഷുഗർ. ഇത് ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ് റെപ്രസെന്റ് ആയിരിക്കും. പക്ഷെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അപ്പൊ അഡിനിനുണ്ട്. എത്ര ഫോസ്ഫേറ്റ് വരുന്നത്? 3 ഫോസ്ഫേറ്റ്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ദാറ്റ് ഇസ് ATP ആണ് ആൻസർ അല്ലെ? അപ്പം ഓപ്ഷൻ ഇ. കാരണം എന്താ? ഇവിടെ അഡിനിൻ ഉണ്ട്, റൈബോ ഷുഗർ, ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റ് എത്ര ഉള്ളത്? 3 ഉണ്ട്. ദാറ്റ് ഇസ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഒരെണ്ണാണെങ്കിൽ നമ്മൾ എന്താ പറയും? അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. രണ്ടെണ്ണാണെങ്കിൽ എന്താ പറയും? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, ADP അല്ലെ? ഒരെണ്ണം മാത്രമാണെങ്കിൽ AMP, അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. രണ്ടെണ്ണാണെങ്കിൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, ADP. മൂന്നെണ്ണം ആയതുകൊണ്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ദാറ്റ് ഇസ് ATP. Next, find out the correct matching between enzymes and their activators. Enzymes അതിന്റെ activators. Okay. അപ്പം ഏതൊക്കെ എൻസൈം ആണ്, അതിന്റെ ആക്ടിവേറ്റർ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. First one, MO, CO, ZN, FE, MG, CL. അപ്പം MO എന്ന് പറഞ്ഞാല് ഏതാണ്? നമ്മൾ ഇത് വരുന്നത് MO ഇത് വരുന്നത് മോളിബ്ഡം അല്ലെ? അപ്പൊ മോളിബ്ഡത്തിൻ്റെത് ഏതാ വരുന്നത്? ഡീഹൈഡ്രോക്സിജനേസ്. ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈംസിന്റെ ആക്ടിവേറ്റർ ആണ് മോളിബ്ഡം. CU കോപ്പർ ആണ്. കോപ്പറിന്റെ ഏതാ വരുന്നത്? സൈറ്റോക്രോം ഓക്സിഡേസ്. സൈറ്റോക്രോം ഓക്സിഡേസ്. നെക്സ്റ്റ് വരുന്നത് 3 സിങ്ക്. സിങ്ക് ഏതാണ്? കാർബോണിക് അൺഹൈഡ്രേറ്റ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. നെക്സ്റ്റ് Fe അയൺ. അയൺ ഏതാ വരുന്നത്? കാറ്റലൈസ്. നെക്സ്റ്റ് മെഗ്നീഷ്യം Mg, ഹെക്സോകൈനേസ്. നെക്സ്റ്റ് ക്ലോറൈഡ്, ക്ലോറിൻ ഏതാ വരുന്നത്? അമൈലേസ്. ഓക്കെ, അപ്പൊ ഡീഹൈഡ്രോക്സിനേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏതാണ്? മോളിബ്ഡം. സൈറ്റോക്രോം ഓക്സിഡേസ്ഡ് ആണെങ്കിലോ കോപ്പർ. കാർബൺ അൺഹൈഡ്രേസ്ഡ് ആണെങ്കിൽ ZN. കാറ്റലൈസ്ഡ് ആണെങ്കിൽ Fe അയൺ. ദെൻ എക്സോകൈനേസ്ഡ് ആണെങ്കിൽ മെഗ്നീഷ്യം. അമൈലേസ്ഡ് ആണെങ്കിൽ ക്ലോറൈഡ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇ ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ? ആക്ടിവേറ്ററും എൻസൈം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഇ ആണ് ഓപ്ഷൻ വരുന്നത്.
Next, the sequential arrangement of amino acid in a linear fashion consists of. അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ ലീനിയർ ആയിട്ട് കാണുന്നത് അല്ലെ, ഏതൊക്കെയോ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർഡിനേറ്റ്. അപ്പം ഇങ്ങനെ ലീനിയർ ആയി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ കോയിൽഡ് ആയി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഈ രീതി അല്ലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ തന്നെ ഒരു പാക്കിലിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് കാണുന്നുണ്ട്. അപ്പൊ പ്രൈമറി സ്ട്രക്ചർ ആണ് ഈ രീതി ലീനിയർ ആയിട്ട് കാണുന്നത്. നമ്മുടെ കോയിൽഡ് ആയിട്ട് കാണുന്ന ഏതാണ്? സെക്കൻഡറി ആണ്. ഈ രീതിയിൽ കാണുന്ന ഏതാണ്? ടെറിഷറി ആണ് അല്ലെ. അപ്പൊ ആൻസർ ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് ഇൻ ഈ ലീനിയർ ഫാഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ ആൻസർ. നെക്സ്റ്റ്, ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് DNA. Adenine is to thymine pairs are 42%. Calculate the percentage of cytosine. ഇപ്പൊ DNA കേസിലാണെങ്കിൽ എത്ര അഡിനിൻ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടോ? തൈമിൻ ഉണ്ട് അല്ലെ. എത്ര അഡിനിൻ ഉണ്ടോ അത്ര തൈമിൻ ഉണ്ടോ. അതുപോലെ തന്നെ എത്ര സൈറ്റോസിൻ ഉണ്ടോ അത്ര തന്നെ ഗ്വാനിനുണ്ട്. ഓക്കെ, എത്ര അഡിനുണ്ടോ അത്ര തന്നെ തൈമിനുണ്ടോ, എത്ര സൈറ്റോസിൻ ഉണ്ടോ അത്ര തന്നെ ഗ്വാനിനുണ്ട്. അഡിന് എപ്പോഴും ആരുമായി ബൈൻഡ് ചെയ്യുള്ളൂ? തൈമിനുമായിട്ട്. സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിനായിട്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാണ്, ഇതിനകത്ത് DNA ഉണ്ട്, അതിനകത്ത് അഡിനിൻ തൈമിൻ പേയേഴ്സ് എത്രയാണ്? 42% അല്ലെ. അപ്പം അഡിനിൻ തൈമിൻ പേയേഴ്സ്, അഡിനിൻ തൈമിൻ ഈക്വൽ ടു 42%. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോ നമുക്കറിയാം അഡിനിൻ പ്ലസ് തൈമിൻ പ്ലസ് ഗോണിൻ പ്ലസ് സൈറ്റോസിൻ ഈക്വൽസ് 100% അല്ലെ. 100%. അപ്പൊ അതിനകത്ത് അഡിനിൻ പ്ലസ് തൈമിൻ ഈക്വൽസ് എത്രയാണ്? 42%. അപ്പൊ ഗോണിൻ പ്ലസ് സൈറ്റോസിൻ ഈക്വൽസ് എത്രയാണ് അല്ലെ? എത്രയായിരിക്കും? 100 മൈനസ് അഡിനിൻ പ്ലസ് തൈമിൻ, ദാറ്റ് ഈസ് 100 മൈനസ് 42% അല്ലെ. അപ്പൊ എത്ര വരും? 58% അല്ലെ. ഗോണിൻ പ്ലസ് സൈറ്റോസിൻ ഈക്വൽസ് 15%. യു നോ ദാറ്റ് ഗോണിൻ ആൻഡ് സൈറ്റോസിൻ is equal in number അല്ലെ. അപ്പം ദാറ്റ് ഈസ് നമുക്ക് ക്വസ്റ്റ്യൻ എത്രയാണോ ആരെ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈറ്റോസിൻ ആണ് അല്ലെ. അപ്പൊ സൈറ്റോസിൻ ഈക്വൽസ് ഏതാണ്? 58 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 29%. അപ്പൊ നമുക്ക് എത്രയാണ് വരുന്നത്? 29% ആണ് സൈറ്റോസിൻ വരുന്നത്. സൈറ്റോസിൻ 29% അല്ലെ. അപ്പൊ ആൻസർ ഏത് വരുന്നത്? സി ആണ് ആൻസർ. സി ഇസ് ആൻസർ. ഓക്കെ, next, nucleotides are involved in hormonal action, synthesis of energy-rich units, synthesis of reducing powers, synthesis of genetic material, all of this. With nucleotides involved in hormonal action, nothing involved in it. Next, synthesis of energy-rich unit. Energy-rich unit ne synthesize nothing involved in it. Synthesis of reducing powers. Next, synthesis of genetic material. All of this. Answer ഏതായിരുന്നത്? all of this ആണ് ആൻസർ. കാരണം നമ്മൾ ന്യൂക്ലിയോടൈഡ് ഈ പറഞ്ഞ എല്ലാത്തിനകത്തും ഇൻവോൾവ് ആണ്. നെക്സ്റ്റ്, ഗിവൺ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ. ഇത് കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ കൊളസ്ട്രോൾ ഗിവൺ സ്ട്രക്ചർ ഇസ് റിലേറ്റഡ് വിത്ത് ഏതാണ്? കൊളസ്ട്രോൾ കംസ് അണ്ടർ വാട്ട്? ഏതാണ്? പ്രോട്ടീൻ, സ്റ്റിറോള്, അമിനോ ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, ബോത്ത് എ ആൻഡ് സി. അപ്പൊ പ്രോട്ടീൻ ആണോ കൊളസ്ട്രോൾ? അല്ല. അത് വരുന്ന ഏതാണ്? ഫാറ്റിനകത്താണ് അല്ലെ. ഫാറ്റിന് എക്സാമ്പിൾ ആണ് കൊളസ്ട്രോൾ. ദാറ്റ് ഇസ് ആൻസർ ഏത് വരുന്നത്? സ്റ്റിറോൾ ആണ്. ബി സ്റ്റിറോൾ. കൊളസ്ട്രോളിൽ നിന്ന് കൊളസ്ട്രോളിന്റെ എന്താണ്? സ്റ്റിറോൾ. സ്റ്റിറോൾ ആണ് ആൻസർ. Next, in a biological system, the energy of activation requires for an uncatalyzed reaction is 15 kilojoule. Okay, uncatalyzed reaction, catalyst illade, and the energy of activation required for the same catalyst reaction is 9 kilojoule. Okay, appo catalyst illade 15 catalyst helpododi 9 kilojoule. Calculate the free energy difference between the enzymatic and uncatalyzed reaction. Enzyme presence 9 ഉം enzyme absence 15 ആണ്.
അപ്പൊ ഇത് നമ്മുടെ ഡിഫറൻസ് ഇൻ എനർജി ഒരു ബുദ്ധിമുട്ടും ഇല്ല. 15 മൈനസ് 9 ദാറ്റ് ഇസ് 6 കിലോ ജൂൾ. 6 കിലോ ജൂൾ ആണ്. ഇത്രപ്പോ എൻസൈമിന്റെ അബ്സെൻസിൽ ഇത്രയും എനർജി കൂടുതൽ വേണം എന്നാണ് പറയുന്നത്. Next, the bone which helps to stabilize tertiary structure of protein. Okay, tertiary structure of protein stabilize ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ബോൺസ് ഏതൊക്കെയാണ്? വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഹൈഡ്രജൻ ബോൺസ് ബിറ്റ്വീൻ R group, disulfide bond formed between cysteine residues, ionic bond between charged R groups, hydrophobic interaction of non-polar R groups. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? All except 2 are correct. All except the hydrogen bond between R groups. R group തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട്. അതല്ലാതെയുള്ള ബാക്കിയല്ല. ഏതൊക്കെയാണ്? വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, disulfide bond formed between cysteine residues, ionic bond between charged R groups, hydrophobic interaction of non-polar R groups. Okay, അപ്പൊ 2 ചെയ്ത് പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ R group. Okay. Next, choose the correct matching combination from the following. ഇതിനകത്ത് നമുക്ക് കറക്റ്റ് മാച്ചിങ് കാണും. കോഎൻസൈം 1 NADH, കോഎൻസൈം 2 പാന്തലോണിക് ആസിഡ്, കോഎൻസൈം A NADPH, വൈറ്റമിൻ B2 TPP, വൈറ്റമിൻ B1 റൈബോഫ്ലോവിൻ. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് മാച്ചിങ് വരുന്നത് ഏതാണ്? കോഎൻസൈം 1. കോഎൻസൈം 1 എക്സാമ്പിൾ ആണ് ഇത് വരുന്നത് NADH. കോഎൻസൈം 1 ദാറ്റ് ഇസ് NADH. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് choose the heteropolysaccharide from the following. അപ്പൊ ഇതിനകത്ത് heteropolysaccharide ഏതാണെന്നാണ്. അപ്പം ഏതാണ് നമ്മുടെ heteropolysaccharide? അപ്പം അറബാൻ, ഗ്ലൂക്കാൻ, ഫ്രക്ടാൻ, അഗർ അഗർ, അമൈലോപെക്റ്റിൻ. ഇതിനകത്ത് ഏതാണ് heteropolysaccharide എക്സാമ്പിൾ? നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് കുറച്ച് മുന്നേ. കാരണം അഗർ അഗാറാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? heteropolysaccharide എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഫ്രം ദ കോംപ്ലക്സ് എൻസൈം സബ്സ്ട്രേറ്റ് inhibitor is formed. The complex enzyme substrate inhibitor is competitive enzyme inhibition, non-competitive enzyme inhibition, allosteric enzyme inhibition, normal enzyme action, induced Fick model. Induced Fick model ആണ് നമ്മുടെ enzyme substrate complex ഉള്ളത്. അതുപോലെ നോർമൽ എൻസൈം ആക്ഷൻ അങ്ങനെ തന്നെയാണ്. പിന്നെ കോമ്പറ്റേറ്റീവ് നോൺ കോമ്പറ്റേറ്റീവ് നമ്മുടെ വ്യത്യാസം. അതുപോലെ എല്ലോസ്റ്ററിക്കും നമുക്ക് എൻസൈം ഇതാണ് എൻസൈം എങ്കിൽ നമ്മുടെ സ്ട്രക്ചറലി സിമിലർ ആയിരിക്കും നമ്മുടെ സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററും. എന്നിട്ട് ഇത് ഇൻഹിബിറ്റ് ചെയ്ത് സബ്സ്ട്രേറ്റ് എൻസൈം. അപ്പൊ ഈ ഇൻഹിബിറ്ററും ഈ എൻസൈമും തമ്മിൽ എന്ത് ചെയ്ത് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബോത്ത് സബ്സ്ട്രേറ്റ് ആൻഡ് ഇൻഹിബിറ്റർ ടു അറ്റാച്ച് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം. എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സബ്സ്ട്രേറ്റും ഇൻഹിബിറ്ററിനും എന്തുണ്ടാവും? ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിനകത്ത് എന്നിട്ട് വന്ന് സബ്സ്ട്രേറ്റിൽ ഇൻഹിബിറ്റർ വന്ന് അറ്റാച്ച് ചെയ്യാൻ. നേരെ മറിച്ച് അല്ലോസ്റ്ററിക് എൻസൈം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻഹിബിറ്റർ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യില്ല? ആക്റ്റീവ് സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യില്ല. അതിന് പകരമായിട്ട് എൻസൈമിന്റെ ഒരു അല്ലോസ്റ്ററിക് സൈറ്റ് പോയിട്ട് അറ്റാച്ച് ചെയ്യും. എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഒരു അല്ലോസ്റ്ററിക് സൈറ്റ് പോയി അറ്റാച്ച് ചെയ്യും. അപ്പൊ എൻസൈമിന്റെ ഷേപ്പിന് വ്യത്യാസം വരും. അപ്പൊ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? അല്ലോസ്റ്ററിക് ആക്ഷൻ. ഓക്കെ, നേരെ വെച്ച് നോൺ കോമ്പറ്റേറ്റീവ് നിൽക്കുകയാണ്. ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല? കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. സബ്സ്ട്രേറ്റ് ഇൻഹിബിറ്ററും സ്ട്രക്ചറലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്നിട്ട് എൻസൈം വന്ന് ഇൻഹിബിറ്റർ വന്ന് അറ്റാച്ച് ചെയ്താൽ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് കുറച്ചും കൂടി സിൽവർ ആയിരിക്കും എന്തെങ്കിലും വരുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത് മക്കളെ? നോൺ കോമ്പറ്റേറ്റീവ് എൻസൈം ഇൻഹിബിഷൻ. ഓക്കെ, നോൺ കോമ്പറ്റേറ്റീവ് എൻസൈം ഇൻഹിബിഷൻ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, നെയിം ദ heme protein complex acting as an oxidizing agent in electron transport system and cyclic and non-cyclic photophosphorylation. Name the heme protein complex. ഏതാണ്? ഹീമോഗ്ലോബിൻ, ലെഗ് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, സൈറ്റോക്രോം. ഏതാ വരുന്നത്? സൈറ്റോക്രോം ആണ് ആൻസർ. സൈറ്റോക്രോം. ഓക്കെ, സൈറ്റോക്രോം ആണ് ആൻസർ. ലെസിത്തിൻ എന്താണ്? സ്റ്റിറോയിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്, ഫോസ്ഫോലിപ്പിഡ്, ഫോസ്ഫോപ്രോട്ടീൻ. ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ലെസിത്തിൻ എസ് എ ഫോസ്ഫോലിപ്പിഡ് ആണ്. നെക്സ്റ്റ്, വൺ ഇസ് എക്സ്ക്ലൂസീവ്ലി എ റൈബോന്യൂക്ലിയോടൈഡ്. റൈബോന്യൂക്ലിയോടൈഡ് എന്നാണ്. റൈബോന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാല് നമുക്ക് RNA ഉണ്ട്, DNA ഉണ്ട്. ഈ റൈബോന്യൂക്ലിയോടൈഡ് എന്തിനകത്തേ വരുള്ളൂ? RNA-ക്കകത്തേ വരുള്ളൂ. എന്തിനകത്ത് വരില്ല? DNA-ക്കകത്ത് വരില്ല. കാരണം റൈബോന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഓക്സിജൻ ഗ്രൂപ്പ് കൂടുതലാണ് ഡിയോക്സി റൈബോനേക്കാൾ.
അപ്പൊ RNA-ക്കകത്ത് വരുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അഡിനിൻ, യുറാസിൽ, ഗോണിൻ, സൈറ്റോസിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വൺ ഇസ് എക്സ്ക്ലൂസീവ്ലി റൈബോന്യൂക്ലിയേറ്റ്. റൈബോന്യൂക്ലിയേറ്റ് മാത്രം വരുന്നത് ഏതാണ്? തൈമിൻ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്. തൈമിന്, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്. ഗ്വാനിന്, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്. തൈമിൻ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ് ഒരിക്കലും എന്തിനകത്ത് വരില്ല? റൈബോക്കകത്ത് വരില്ല. അത് എന്തിനകത്തേ വരുള്ളൂ? ഡിയോക്സ് റൈബോക്കകത്തേ വരുള്ളൂ. ഗ്വാനിന്, പെന്റോസ് ഷുഗർ ഫോസ്ഫേറ്റ്, അത് റൈബോക്കകത്ത് വരും, ഡിയോക്സ് റൈബോക്കകത്ത് വരും. അപ്പൊ അത് പറ്റില്ല. യുറാസിൽ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്, കാരണം ഈ യുറാസിൽ എന്തിനകത്തേ വരുള്ളൂ? റൈബോക്കകത്ത് മാത്രമേ, ദാറ്റ് ഇസ് RNA-ക്കകത്ത് മാത്രമേ വരുള്ളൂ. അപ്പൊ ആൻസർ ചെയ്ത് വരുന്നത് യുറാസിൽ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്. സൈറ്റോസിൻ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്, അതും പറ്റില്ല, കാരണം അത് എന്തിനകത്ത് വരുന്നുണ്ട്? DNA-ക്കകത്തും RNA-ക്കകത്തും വരുന്നത്, ദാറ്റ് ഇസ് റൈബോസിനകത്തും ഡിയോക്സ് റൈബോസിനകത്തും വരുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരുന്നത് യുറാസിൽ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്. യുറാസിൽ, പെന്റോ ഷുഗർ ഫോസ്ഫേറ്റ്. അപ്പൊ 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസ് എനിക്കാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ സമയത്തിന് നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നല്ല ക്വസ്റ്റ്യൻസ് വരാവുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അത് നിങ്ങൾ ആ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.